83-7 എന്ന അവസ്ഥയിൽ നിന്ന് 176-8 എന്ന ഫൈറ്റിംഗ് ടോട്ടൽ വെസ്റ്റ് ഇൻഡീസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 100 പോലും കടക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് രണ്ടുപേർ അതിന് മറുപടി കൊടുത്തത്. ജേസൺ ഹോൾഡർ, റൊമാരിയോ ഷെപ്പേർഡ്. അതിൽ റൊമാരിയോ ഷെപ്പേർഡ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 52 റൺസാണ് 37 പന്തുകളിൽ നിന്ന്. അതിൽ 4 6ഉം 3 4ഉം ഉണ്ട്. ഹി ഡിസേർവ്സ് ഇറ്റ്. അതിനോടൊപ്പം തന്നെ 50 ഡിസേർവ് ചെയ്ത മറ്റൊരു പ്ലെയർ 49 റൺഔട്ട് ആവുന്നു. ക്വിന്റൻ ഡി കോക്കാണ് റൺഔട്ട് ആക്കുന്നത്. ജേസൺ ഹോൾഡർ ആണ് 31 പന്തുകളിൽ നിന്ന് 49 റൺസിന് പുറത്തായി. 4 4ഉം 3 6ഉമാണ് ജേസൺ ഹോൾഡറിന്റെ സമ്പാദ്യം. അവസാനം വരെ ഇരുവരും കളിച്ചു. ഒരു പക്ഷേ 100-ന് താഴെ വെസ്റ്റ് ഇൻഡീസ് പോകുമെന്ന് ഉറപ്പിച്ചിരുന്ന കളിയാണ് റൊമാരിയോ ഷെപ്പേർഡും ജേസൺ ഹോൾഡറും ചേർന്ന് ഒരു മികച്ച ടോട്ടൽ 176 എന്ന ടോട്ടൽ വെസ്റ്റ് ഇൻഡീസിന് കൊടുത്തത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ആരാധകരൊക്കെ വല്ലാണ്ട് സന്തോഷിച്ചു. കാരണം 7 വിക്കറ്റൊക്കെ 80 റൺസിന് വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയപ്പോഴേക്കും, കാരണം സൗത്ത് ആഫ്രിക്ക ഈ മത്സരം ജയിക്കണമല്ലോ, എന്നാൽ മാത്രമല്ലേ ഇന്ത്യക്ക് ഇതിൽ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഘോഷിച്ചു, സന്തോഷിച്ചു. പക്ഷേ കളി കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന വെസ്റ്റ് ഇൻഡീസിനെയാണ് കാണുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലിരുന്ന കളിയെ ഈ രണ്ട് ബാറ്റർമാർ ചേർന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച. ഗംഭീരമായ ഇന്നിങ്സ്, 4ലും 6ലും മാത്രം ഡീൽ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് പ്ലെയേഴ്സ്, റൊമാരിയോ ഷെപ്പേർഡും ജേസൺ ഹോൾഡർ, ഹു ആർ നോൺ ഫോർ ദെയർ ബിഗ് ഹിറ്റിംഗ് ടാലൻസ്, ഹു ആർ ദ ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സ് ഫോർ വെസ്റ്റ് ഇൻഡീസ് കറൻ്റ്ലി. ഇരുവരും ചേർന്നാണ് വെസ്റ്റ് ഇൻഡീസിനെ ഈ ഒരു നിലയിൽ കൊണ്ടെത്തിച്ചതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇത് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ തിരിച്ചടിക്കുമോ എന്ന നിർണായകമായ ചോദ്യമാണ്. തുടക്കം ക്വിന്റൻ ഡി കോക്കും റയൻ റിക്കൾട്ടണും ഡെവോൾ ബ്രേവിസും എയ്ഡൻ മാർക്കറമും കില്ലർ മില്ലറും ഒക്കെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സും ഒക്കെയാണ് സൗത്ത് ആഫ്രിക്കൻ പ്രതീക്ഷകൾ. എന്തായാലും ഈ ഇന്നിങ്സിന് ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. വീരോചിതമായ ഇന്നിങ്സ് എന്ന് വേണം തന്നെ പറയേണ്ടി വരും. 100 കടക്കാൻ പറ്റുമോ വെസ്റ്റ് ഇൻഡീസിന് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ നിന്നാണ് 176. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഫ്ലാറ്റ് ട്രാക്കാണ്, ബാറ്റിംഗ് പിച്ചാണ്. അവിടെ വെസ്റ്റ് ഇൻഡീസിന് തുടക്കത്തിൽ പാളിച്ച പറ്റിയപ്പോൾ എല്ലാവരും പിച്ചിന് ഉൾപ്പെടെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പിച്ചിന് ഒരു കുഴപ്പമില്ല, കളിക്കാർക്കായിരുന്നു പ്രശ്നമെന്ന് ഈ രണ്ട് ബാറ്റർമാരും ചേർന്ന് തെളിയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. 176 for 8 എന്നൊരു ടോട്ടലിലേക്ക് വെസ്റ്റ് ഇൻഡീസ് കൊണ്ടുപോയി. ഗംഭീരമായ 8th വിക്കറ്റ് പാർട്ണർഷിപ്പാണ് ജേസൺ ഹോൾഡറും റൊമാരിയോ ഷെപ്പേർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇഫ് അതുണ്ടായിരുന്നില്ലെങ്കിൽ 100-ന് താഴെ വെസ്റ്റ് ഇൻഡീസ് നിലം പരിശായനെ, സൗത്ത് ആഫ്രിക്ക കളിയും കൊണ്ടുപോയതിനെ. നൗ ഇറ്റ്സ് എ വെരി ടൈറ്റ് മാച്ച്. അത് സൗത്ത് ആഫ്രിക്ക എങ്ങനെ ഡീൽ ചെയ്യും എന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അത് ഗംഭീരമായിട്ട് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഒരു ഗംഭീരമായ മത്സരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വൈകുന്നേരമാണ് ഇന്ത്യ സിംബാബ്വെ മത്സരം. അതിലേക്കും വേണ്ടിയിട്ടും കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.